Hello, welcome to Lifestyle Malayalam. In this video, we will use Attar or perfume. We will use long lasting use projection. That's why we body apply office perfume or fresh perfume or party perfume use body apply. Video. So first thing, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ ആളുകൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുള്ളതുകൊണ്ട് അവർക്ക് കൂടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഒരു ഫ്രഷ് പെർഫ്യൂം ആണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രഷ് പെർഫ്യൂം ഇൻ ദ സെൻസ് ഇതുപോലത്തെ അധികം സ്ട്രോങ് അല്ലാത്ത ഫ്രാഗ്രൻസുകളുള്ള നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഒരു ഡേ ടൈം യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ഒന്നെങ്കിൽ ഫ്രഷ് നോട്ട്സ് ഉള്ള, അതായത് ലെമണിൻ്റെ ബർഗമോട്ടിൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ് ഉള്ള നോട്ട്സ് വരുന്ന പെർഫ്യൂംസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ സീ നോട്ട്സ് വരുന്ന പെർഫ്യൂംസ് ഒക്കെയാണ് ഫ്രഷ് പെർഫ്യൂംസ് അല്ലെങ്കിൽ ഓഫീസ് പെർഫ്യൂംസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഒരു ഓഫീസ് പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം. നമ്മളെ ഓഫീസിലുള്ള വർക്കേഴ്സിന് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ വളരെ കുറച്ച് വേണം ഓഫീസ് പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബോഡിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നു, പിന്നെ കുറച്ച് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷർട്ടിലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, പെർഫ്യൂം അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല ടൈം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ബോഡിയൊക്കെ കുറച്ചൊരു വെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് പെർഫ്യൂം അപ്ലൈ ചെയ്യേണ്ടത്, ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് തന്നെ നമ്മളൊരു ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ആണ് പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി പ്രൊജക്ഷൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ദ മാൻ കമ്പനി എന്ന പ്രോഡക്റ്റിൻ്റെ ദ മാൻ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഞങ്ങളുടെ പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ഒരു ബോഡി മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ ഈ പെർഫ്യൂം അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടിപ്സ് അവർ തരാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ബോഡി മോയ്സ്ചറൈസർ, നമ്മൾ നിവിയ, ഡവോ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലർ വാസ്ലൈൻ ചോദിക്കാറുണ്ട്. അതേപോലെ അത് ബോഡി മോയ്സ്ചറൈസർ അല്ല, എന്നാലും വാസ്ലൈൻ്റെ മോയ്സ്ചറൈസേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ മേലെ നമ്മൾ ഇതുപോലത്തെ പെർഫ്യൂം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ പൾസ് പോയിൻറ്റ്സിൽ, ഇപ്പോൾ പൾസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം, ഈ 4 ഭാഗത്തും അപ്ലൈ ചെയ്യാം, ചെസ്റ്റിൽ അപ്ലൈ ചെയ്യാം, ഇവിടെ ഫോർഹെഡിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് പെർഫ്യൂം അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലർ ഇവിടെയും അപ്ലൈ ചെയ്യാറുണ്ട്, അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇനി ഷർട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷർട്ടിൻ്റെ ഈ 2 ഷോൾഡറിൻ്റെ സൈഡിലായിട്ട് അപ്ലൈ ചെയ്യുക, ഈ 2 ഷോൾഡറിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ പെർഫ്യൂം അപ്ലൈ ചെയ്താൽ, ഷോൾഡറിലൊക്കെ ഉള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് നടക്കുമ്പോഴൊക്കെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത്. അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഓഫീസ് പെർഫ്യൂംസ് പൊതുവേ കുറച്ച് മൈൽഡ് ആയതുകൊണ്ട് ഇത്രയും യൂസ് ചെയ്താൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നെ മറ്റത് ബോഡിയിൽ അപ്ലൈ ചെയ്തത് പൾസ് പോയിൻറ്റ്സിൽ നിന്ന് അത് പ്രൊജക്ഷൻ കിട്ടുകയും ചെയ്യും. അത് നമ്മളെ ബോഡിയിൽ അതങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും, മോയ്സ്ചറൈസർ ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഫ്രഷ് പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി പാർട്ടി പെർഫ്യൂം ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ആക്സിൻ്റെ ഒരു പാർട്ടി പെർഫ്യൂമാണ്. ഇത് പെർഫ്യൂമാണ്, ഡിയോഡറൻ്റ് അല്ല. ഇതുപോലത്തെ പാർട്ടി പെർഫ്യൂംസിന് അല്ലെങ്കിൽ പേക്കറോപ്പാൻ്റെയോ നമ്മളെ 1 മില്യൺ അങ്ങനത്തെ ഒക്കെ പാർട്ടി പെർഫ്യൂംസിന് കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വരുന്നത്. ഇപ്പോൾ ഇത് ഊത് ഫ്രാഗ്രൻസ് ആണ്, ഊത് ആൻഡ് വനില ഫ്രാഗ്രൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പാർട്ടി പെർഫ്യൂംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓഫീസ് പോലെയല്ല നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ. ഒരു പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ആ ആളുകൾക്കിടയിൽ നിന്നും നമുക്ക് ഒരു അട്രാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, പഞ്ചി ആയിട്ടുള്ള പെർഫ്യൂം അപ്ലൈ ചെയ്താലേ നമ്മളെ ഫ്രാഗ്രൻസിനെ അവിടെ ആളുകൾ തിരിച്ചറിയുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പാർട്ടി പെർഫ്യൂംസ് എപ്പോഴും ഇതുപോലത്തെ കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള പെർഫ്യൂംസ് എടുക്കുക. ഈവനിങ് പാർട്ടീസൊക്കെ ആണെങ്കിൽ എന്തായാലും ഈവനിങ് പെർഫ്യൂംസ് പൊതുവേ ഇങ്ങനത്തെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് കാണാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ പെർഫ്യൂംസ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, പൾസ് പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്യുക. ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതും കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് ആകെ പഞ്ചിയാക്കി വിടരുത്. ഇത് കുറച്ച് അപ്ലൈ ചെയ്താൽ തന്നെ കൂടുതൽ പ്രൊജക്ഷൻ കിട്ടും. കാരണം പാർട്ടി പെർഫ്യൂംസ് എല്ലാം തന്നെ കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്നവയാണ്. അപ്പോൾ ഇനി കൂടുതൽ പ്രൊജക്ഷൻ കിട്ടാൻ ഇപ്പോൾ നമ്മൾ ബ്ലേസറൊക്കെയാണ്, ആണുങ്ങൾ ബ്ലേസറാണ്
എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബ്ലേസറിൻ്റെ ഉൾഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാം, ഷോൾഡർ ഭാഗത്തായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ലേഡീസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാം, പിന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും കയ്യിൽ, ശരീരത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇത്ര അടുത്ത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. ഒരു ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 10 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യാൻ. അത് എവിടെയാണെങ്കിലും അത്ര ഒരു ഗ്യാപ്പ് വെച്ചാലേ ആ പെർഫ്യൂമിൻ്റെ ഒരു കറക്റ്റ് ഫ്രാഗ്രൻസ് നമ്മളെ ബോഡിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പെർഫ്യൂംസ് എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പാർട്ടി പെർഫ്യൂംസും പറഞ്ഞു, ഓഫീസ് പെർഫ്യൂംസും പറഞ്ഞു. ഇനി വേറൊരു ഇതിൽപ്പെടാത്തൊരു സാധനമാണ് ഡിയോഡറൻസ്. ഇപ്പോൾ നോ ഗ്യാസ് ആയിട്ടുള്ള വരുന്നുണ്ട്. നോ ഗ്യാസ് നമുക്ക് ഓബിയസ്ലി പെർഫ്യൂംസ് പോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഗ്യാസ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഡിയോഡറൻസ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഡിയോഡറൻസ് നമുക്ക് നമ്മുടെ ആംപിറ്റ്സിൽ അപ്ലൈ ചെയ്യാം. അതും കുറച്ചൊരു 15 സെൻറ്റിമീറ്റേഴ്സ് എങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അത് ബോഡി ഓർഡർ കളയാനുള്ള സാധനങ്ങളാണ് ഡിയോഡറൻസ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. അത് ഈവൻ ചെസ്റ്റിൽ അപ്ലൈ ചെയ്യാം, ആംപിറ്റ്സിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ വിയർപ്പ് വരുന്ന അല്ലെങ്കിൽ ഒരു ബാഡ് ഓർഡർ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ഗ്യാപ്പ് വെച്ച് അപ്ലൈ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇനി അത്തറുകളാണ് എന്നുണ്ടെങ്കിൽ, അത്തറുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഞാൻ 2 വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട്. ഒരെണ്ണം സാധാരണ കാണുന്ന റോൾ ഓൺ ടൈപ്പ് അത്തറുകളുണ്ട്. ഇനി അടുത്തത് നമ്മൾ അത്ര അധികം കാണാറില്ല, പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ട രീതികൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അത്തറുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത്തറുകൾ മിക്കതും നമ്മൾ കണ്ടിട്ടുണ്ടാവുക പാർട്ടി അത്തറുകളാണ്. അതല്ലാത്ത മൈൽഡായിട്ടുള്ളത് നമ്മൾ വളരെ കുറച്ചേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെ വീഡിയോസിൽ മുമ്പൊക്കെ വന്ന് പോയിട്ടുള്ള ഫ്രഞ്ച് അത്തറുകളൊക്കെയാണ് പിന്നെ നമ്മളങ്ങനെ മൈൽഡായിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവുക. മൈൽഡായിട്ടുള്ളത് നമുക്ക് എങ്ങനെ അത്ര അധികം എന്താ പറയുക യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു സാധാരണ ഒരു അത്തർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുക. കാരണം അത് ഓഫീസ് യൂസിനുള്ളതാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് പോവുക അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് അധികം നിൽക്കുകയൊന്നുമില്ല. അതൊക്കെ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിലാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ സാധനം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതുപോലത്തെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്ക് ഇല്ലാത്ത ഡാബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ തേക്കുന്നൊരു സാധനമുണ്ട്, എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തേക്കുക. ഇതൊക്കെ നമുക്ക് അത്തറുകളാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ തേക്കുക, നമ്മളെ കയ്യിൻ്റെ ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂടി തേച്ച് കൊടുക്കുക. അത്രയും വെക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് ഇനിയിപ്പോൾ ചിലർക്ക് കൈ നനയാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി മാറ്റിയിട്ട് ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുക, കുറച്ചും കൂടി കയറ്റിയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇയറിൻ്റെ ഇവിടെ ഈ ഒരു ബാക്ക് സൈഡായിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത്തറുകൾ. പിന്നെ മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ അത്തർ എടുത്തിട്ട് ഈ ജനത്തുൽ ഫിർദൗസൊക്കെ കാണുക, ഒരു ചെറിയ എന്താ പറയുക ഒരു കോട്ടൺ മേലാക്കിയിട്ട് അത് ഈ ചെവിൻ്റെ ഉള്ളിലൊക്കെ വെക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, അത് മുമ്പ് കാലങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ അത്തറിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ ഇയറിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് റോൾ ചെയ്യരുത്. റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ആംപിറ്റ്സിലൊന്നും റോൾ ചെയ്യരുത്. റോൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെ ബോഡിയിലുള്ള ആ ഒരു ഡസ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. പിന്നെ അത് അടുത്ത തവണ ഇത് റോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു 1 month ഒക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചെളി കിടക്കുന്നത് കാണാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയായിട്ടുള്ള നമ്മളെ കയ്യിൻ്റെ ഉള്ളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് തേച്ചിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഷർട്ടിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബോഡിയിലാണെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അതല്ലാതെ ഡയറക്റ്റ്ലി എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ സാധനം പിന്നെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് പോകും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മൾ അത്തർ യൂസ് ചെയ്യുമ്പോഴും പെർഫ്യൂം യൂസ് ചെയ്യുമ്പോഴും ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പൾസ് പോയിൻറ്റ്സിൽ യൂസ് ചെയ്യുക, പിന്നെ ഓഫീസ് പെർഫ്യൂംസ് ആണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യുക, പാർട്ടി പെർഫ്യൂംസ് ആണെങ്കിൽ കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. എന്ന് കരുതി കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് പെർഫ്യൂമും കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ യൂസ് ചെയ്യാം ചില സമയങ്ങളിൽ. നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയ പെർഫ്യൂംസ് ഉണ്ട്, അതെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു പാർട്ടി വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പൾസ് പോയിൻറ്റ്സിൻ്റെ പുറമെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ചെസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊന്നും പെടാത്ത വേറെ ചില ട്രിക്സ്, ചില പെർഫ്യൂംസ് അത്ര അധികം ലാസ്റ്റ് ചെയ്യാത്തുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷർട്ടിൻ്റെ
ഇവിടുത്തെ ഈ ഒരു ഭാഗമുണ്ട്, ഇത് ടീഷർട്ട് ആയതുകൊണ്ടാണ്. ഷർട്ടാണെങ്കിൽ താഴെ വരെ ബട്ടൺ ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് ഈ റോൾ ഓൺ എടുത്തിട്ട് പെർഫ്യൂം ആണെങ്കിൽ അത്ര ആണെങ്കിൽ അതിൻ്റെ റോൾ അവിടെ തട്ടിക്കും. പെർഫ്യൂം ആണെങ്കിൽ പെർഫ്യൂം അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് എന്താ പറയുക, വലിയൊരു പുറത്തോട്ട് അങ്ങനെ അങ്ങോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയില്ല. ഇനി അവിടെ എന്തെങ്കിലും കറ ആയാൽ തന്നെ ചില അത്രകൾക്കൊക്കെ കളർ ഉണ്ടാവും, അതങ്ങനെ അത്ര പുറത്തേക്ക് കാണുകയില്ല എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ ഞാൻ എൻ്റേതായ രീതിക്ക് എന്താ പറയുക കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് അത്. അപ്പോൾ അത് എല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ചിലർ പറയും പെർഫ്യൂം ബോഡിയിൽ ലാസ്റ്റ് ചെയ്തില്ല, ഷർട്ടിലാണ് ലാസ്റ്റ് ചെയ്തത്. ചിലർ പറയും ഷർട്ടിൽ നിന്നില്ല, ബോഡിയിലാണ് നിന്നത്. അത് ഓരോരുത്തരുടെ ബോഡി നാച്ചുറലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത ഫ്രാഗ്രൻസ് ആയിരിക്കില്ല, എൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ഫ്രാഗ്രൻസ് ആയിരിക്കില്ല വേറൊരാൾ ഇതേ പെർഫ്യൂം അപ്ലൈ ചെയ്താൽ വരിക. അത് ചിലർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാവും, മരുന്ന് കഴിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും, വെള്ളം കുടിക്കുന്നത് കൂടുതലാണെങ്കിൽ വേറെ ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഈ പെർഫ്യൂം 4 മണിക്കൂർ നിന്നു, അടുത്ത പെർഫ്യൂം 8 മണിക്കൂർ നിന്നു, ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് അത്രയും കിട്ടിയില്ല, വേറെ ചിലർ പറയും ഞങ്ങൾക്ക് അതിലേറെ കൂടുതൽ കിട്ടി. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ബോഡിയിൽ ഉള്ള ഈവൻ നമ്മളെ ബ്ലഡ് പ്രഷറിനനുസരിച്ച് ഫ്രാഗ്രൻസ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ കുറയാം ഒക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതൊക്കെ സ്വന്തം ശരീരത്തിൽ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മളിതുപോലെ വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ ഫ്രാഗ്രൻസ് ഇന്നതാണ്, നമ്മളെ എക്സ്പീരിയൻസിൽ ഇത് ഇത്ര നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പോൾ അതല്ലാണ്ട് പ്രാക്ടിക്കലി അറിയണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ ചില പെർഫ്യൂംസ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ അറിയാം ഇതൊന്നിനും പറ്റാത്തതാണ് അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ഞാനൊരു 4 മണിക്കൂർ നിന്ന് പറഞ്ഞ പെർഫ്യൂം ചിലർ പറയും അത് 1 മണിക്കൂർ കൊണ്ട് ഫെയ്ഡ് ചെയ്ത് പോയി. അത് ചിലപ്പോൾ പാർട്ടി പെർഫ്യൂം അല്ല ഓഫീസ് പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒക്കേഷൻസ് മറ്റുള്ളതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞതാണ്. ഓടെ പെർഫ്യൂം ആണെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, ഓടെ ടോയ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് താഴെയായിരിക്കും, ഓടെ കൊളോൺ ആണെങ്കിൽ അതിൻ്റെ താഴെയായിരിക്കും, ജസ്റ്റ് ഡിയോഡറൻ്റ് ആണെങ്കിൽ ഏറ്റവും താഴെയായിരിക്കും. ഡിയോഡറൻറ്റ് 1 hour നിൽക്കുന്നുണ്ടെങ്കിൽ ഓടെ കൊളോൺ 2 hours നിൽക്കും. പിന്നെ ഓടെ ടോയ്ലറ്റ് 3 hours നിൽക്കും. ഓടെ പെർഫ്യൂം ചിലപ്പോൾ ഒരു 5 to 6 hours നിൽക്കും. പെർഫ്യൂം ആണെങ്കിൽ ചിലപ്പോൾ ഒരു 8 hours വരെ നിൽക്കും. അത് അങ്ങനെയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്. ഡിയോഡറൻ്റ് ആണെങ്കിൽ 1%, ഓടെ കൊളോൺ ആണെങ്കിൽ 2 to 4%, ഓടെ ടോയ്ലറ്റ് ആണെങ്കിൽ 5 to 15%, ഓടെ പെർഫ്യൂം ആണെങ്കിൽ ഒരു 16 to 20%, പെർഫ്യൂം ആണെങ്കിൽ അബൌട്ട് 20%. അങ്ങനെയാണ് അതുള്ളത്. അപ്പോൾ അതും കൂടി നോക്കുക ഓരോന്നും വാങ്ങിക്കുന്ന സമയത്ത്. സോ എനിവേസ് അതൊക്കെയാണ് പെർഫ്യൂംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് പെർഫ്യൂംസ് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.